മുസ്ലിമാണ്. അങ്ങനെ അപ്പന് മുസ്ലിം തന്നെ ഒന്നാമതാണ്. MESന്റെ ആലപ്പുഴയിലെ പ്രസിഡന്റ് എത്ര കൊല്ലായി ഇവിടെ അടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും ഒരു കാര്യം ചോദിക്കുന്നുണ്ടോ? ഒരു അച്ഛനും മകനും ഇവിടെ വന്ന് നമുക്കിതെല്ലാം വിശദീകരിച്ചു നമ്മൾ കണക്കെല്ലാം കൃത്യമായി സത്യമായി നിങ്ങളുടെ ഓരോ പ്രദേശത്തും പറയുന്നു. നമ്മുടെ പക്ഷേ ആരുടെ പേര് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു വളരെ വിദ്വേഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേസ് നടത്തുന്ന ആരാണ്? കൊല്ലത്തിന് അത് മറ്റൊരു മുസ്ലിം. നമുക്കങ്ങനെ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് വിരോധമേ. പക്ഷെ ലീഗ് കാണിച്ച ചില വിഭാഗീയത ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമല്ല, നമ്മളിൽപ്പെട്ട ചില ആളുകളെ ആയുധമാക്കിയെടുത്ത് നമുക്കെതിരെ ഒരു യുദ്ധം ചെയ്യാൻ വിനിയോഗിച്ച ദൃഢവസ്ത്രം നിലനിൽക്കുമ്പോൾ ഈ സത്യങ്ങൾ ഞാൻ വലിയ മത്സ്യത്തെ തുറന്നു പറയുമ്പോൾ ഞാൻ മുസ്ലിം വിരോധി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കത്തിക്കുക, എന്നെ കത്തിച്ച് ഞാൻ കത്തുന്നത്. ഞാൻ എന്നെ തന്നെ കത്തിച്ചോ? ഞാൻ പറഞ്ഞത് തന്നെ. ഞാൻ പറഞ്ഞ ഇഷ്യൂവിൽ നിന്ന് സംസാരിക്കുകയും എന്നെ കത്തിച്ചാലും പ്രശ്നം തീരുമോ? ഞാൻ പറഞ്ഞ ആശയത്തിൽ നിന്ന് മാറാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞത് സത്യമാണോ അസത്യമാണെന്ന് സമ്മതത്തിൽ പോകാം. എന്നെയും ഞാൻ പ്രതിദാനം ചെയ്ത പ്രസ്ഥാനത്തെ തകർക്കാനും തളർത്താനും പല രീതിയിലുള്ള ശ്രമങ്ങൾ പല രീതികളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ കൈയും കെട്ടി നോക്കിയെന്ന് രാമന്റെ മുമ്പിൽ ഹനുമാനെക്കുറിച്ച് ഓച്ചാനിച്ചിരിക്കാനല്ല ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഈഴവത്തിനൊക്കെ ഈഴവനാണെന്ന് പറയാനുള്ള തൻ്റെ ഇടത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ പറ്റുണ്ട്. പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്നു വന്ന ഈഴവ മക്കളാണ്. ആരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയല്ല, അധികാരങ്ങൾ പിടിച്ചു പറ്റാനല്ല. ഇവിടെ സാമൂഹ്യ നീതി എല്ലാവർക്കും കിട്ടണം. രാഷ്ട്രീയ നീതി വേണം, സാമ്പത്തിക നീതി വേണം, വിദ്യാഭ്യാസ നീതി. ഈ നീതികളൊന്നും കിട്ടാതെ വരുമ്പോൾ അത് തുറന്ന് പറയേണ്ടി വരും. ജാതി ചിന്ത ഉണ്ടാകുന്നത് എപ്പോഴാണ്? ജാതി വിവേചനമാണ് ജാതികളുടെ ഉണ്ടാകുന്നത്. ആ ജാതി വിവേചനത്തിന്റെ അളവും തൂക്കവും ആഴവും പരപ്പും കണക്കിലൂടെ ഞാൻ പറയുമ്പോൾ കണക്കിൽ ഉത്തരമില്ലാതെ ഉത്തരം കിട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടി എൻ്റെ സംഘടനയും നശിപ്പിക്കാനും തകർക്കാനും നോക്കുന്ന ശക്തികൾക്കെതിരെ വിരൽ ചൂണ്ടേണ്ടത് സമുദായത്തിൻ്റെ കടമയാണ്. ആ കടമയായി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പലരും വന്നേരും പലരും പോകും, വന്നു പോകും. ഇത് SNDP യോഗം തുറന്ന പുസ്തകമായിരിക്കുകയാണ്. അത് ആർക്കും വിമർശിക്കാം. ഒരുപാട് പേര് വിമർശിക്കുന്നില്ലേ? എല്ലാവരുടെ കൊച്ചി കണയന്നൂരിനെ നേതൃത്വം നടത്തിയ തിരുവാതിര രണ്ടാഴ്ചയ്ക്ക് പറഞ്ഞിരുന്നു. ആ സമ്മേളനത്തെ വെച്ചാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഐക്യം ഇവിടെ എടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ക്രിസ്തുമാരുമായിട്ട് ചേർന്നുകൊണ്ട് ഈഴവയ്ക്കാം. ഈഴവയ്ക്കല്ല നമ്മുടെ അജണ്ടായെങ്കിലും ഹിന്ദുക്കളുടെ ഐക്യം കാലഘട്ടത്തിൽ അനുവാദിതാണ്. അതിനെ സുമാരനായ സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയെങ്കിൽ 6 സെക്കൻഡിൽ ഒരു ചാനൽ അപ്പം തന്നെ ചങ്ങനാശ്ശേരിക്ക് വിളിക്കുകയാണ്. ആ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അപ്പം തന്നെ മറുപടി വെള്ളാപ്പള്ളി പറഞ്ഞ് ശരിയാണ്, അതിന് ഞങ്ങൾ സഹകരിക്കും, ഞങ്ങൾ ഐക്യത്തോടുകൂടി പോകാനാണ് ധാരണയെന്ന് സമാധാനായ സുമാരനായ പറയുന്നു. പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ്. പിറ്റേ ദിവസത്തെ ചാനൽ കാര്യം എല്ലാം കൂടി അങ്ങോട്ടോടി അന്ന് ഒരേ മറുപടി. എന്നെ മറ്റുള്ള പലരും എന്നെ തോണ്ടി കൊണ്ടിരിക്കുന്ന അവസരം ഞാൻ സീമിന്റെ വണ്ടിയെ കയറി വിട്ടാം, പ്രതിപക്ഷ നേതാവിനെ അമൃത്സരത്തിന് വിട്ടാം. അവർക്കെല്ലാം ചുട്ട മറുപടി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി ചങ്ക് നൽകിക്കൊണ്ട് പിൻബലം നൽകിക്കൊണ്ട് എന്നെ കരുത്തനാക്കി നിർത്തിയതാണ് ബഹുമാനപ്പെട്ട സുമാരൻ. ആ കരുത്തുമായിട്ടാണ് ഞാൻ പോയത്.
ആ കരുത്തിനെ കണ്ടുകൂടെ പലരും ഭയപ്പെട്ടു. പലരും രാഷ്ട്രീയ അന്തരീക്ഷം എന്താകും എന്ന് ഭയന്നു. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരുപാട് ഉൾക്കൊള്ളികളുണ്ടായി. അങ്ങനെ ഈ ഐക്യത്തിന് വ്യക്തിപരമായി എനിക്കും വളരെ പിൻബലം തന്നു എന്ന് മാത്രമല്ല, എൻ്റെ മകനെ, അദ്ദേഹത്തിൻ്റെ മകനെ കൂടി സ്നേഹിക്കുന്നവരെ പരസ്യമായി പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ്. അങ്ങനെ ഒരുപാട് പിൻബലം നീ തന്നു. അതാണ് സുകുമാരൻ നായർ. കാരണം അദ്ദേഹം പറഞ്ഞൊരു സാമൂഹിക സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജാവ് നഗ്നനാണെന്ന് പറയണമെങ്കിൽ നിഷ്കളങ്കനായ കുട്ടിക്കേ സാധിക്കും. അതുപോലെ നിഷ്കളങ്കനായ സുകുമാരൻ നായർ. ഈ ഐക്യം കാലഘട്ടത്തിൽ വേണമെന്നുള്ള ചിന്തയും ഭാവനയും ആഗ്രഹവും ഈ സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ടെന്നുള്ള ഉള്ളുവിളി മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായി അദ്ദേഹം തുറന്നെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു.